സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്ക്, ഭാര്യ മരിച്ചു, നമ്മൾ ഇന്ന് മരണ വീട്ടിൽ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടാ. ഞാൻ ഇവിടുത്തെ നാടിൻ്റെ കാര്യമല്ല പറയണേ, ഞങ്ങളുടെ നാടിൻ്റെ കാര്യമാണ്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കയറി കാണാം. ആണിനും പെണ്ണിനും എല്ലാവരും കയറി ഇങ്ങനെ മയ്യത്ത് കാണാറുണ്ട്. അവസാനം മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിയാൻ സമയമാകുമ്പോഴത്തേക്കും എന്നാ ഇടിയാന്നറിയാവോ കാണാൻ. ആണും പെണ്ണും ആദ്യം പെണ്ണുങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുക്കും, കണ്ടോ വരി വരിയായി നിൽക്കും, പിന്നെ ആണുങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം ഭർത്താവ് ഭാര്യയുടെ മയ്യത്തിൻ്റെ ചാരത്തിങ്ങനെ നിൽക്കുക. അപ്പൊ ചോദിക്കുക, പൊതിയാൻ പോവാ, ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കണ്ടോളെ. എന്താ പറയണേ? എടാ, മരിച്ചിട്ട് മയ്യത്ത് പൊതിയാൻ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് കഫം പൊതി എടുത്തിട്ട് മുഖം മറയ്ക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ വാപ്പയും കൂടപ്പറപ്പും ഭർത്താവും കുടുംബക്കാരും ചോദിക്കുക, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോന്ന്. കൊണ്ടുവന്ന് കാണിച്ചു, പൊതിഞ്ഞു. പിന്നെ പള്ളി കൊണ്ടുപോയിട്ട് മയ്യത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വെച്ചൊന്ന് അഴിച്ചിട്ട് ചോദിക്കും, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ. കണ്ടു, പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ചോദിക്കും, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ. സുബ്ഹാനല്ലാഹ്. ആരെ? ഇവന്റെ പെണ്ണും പിള്ളേ, ഇവന്റെ സ്വന്തം ഭാര്യ.